വെറുതെ ബെല്ലടിച്ച് വിരലിന്റെ ഇൻസ്റ്റേഷൻ കളയണ്ട. നിന്നെ ഇനി ഇവിടെ താമസിപ്പിക്കണോ വേണ്ടേന്ന് ഹരിപ്രസാദ് കൂടി വന്നിട്ട് ആലോചിച്ച് തീരുമാനിക്കാം. ഞാൻ നേരത്തെ കൃത്യമായിട്ട് ഇവിടെ എത്തിക്കോളും. ഒരു പ്രേമദാസൻ ബാക്കിയുള്ളവന്റെ കൂടി മാനം കളയാൻ നടക്കണ അലവലാതി. എന്റെ അമ്മോ, ഈശ്വര, ഇവൻ ആര്? ആരാ? പ്രേമദാസല്ലേ? അല്ല, ഞാൻ ബാഹുലയൻ. ഓ, ബാഹുലയനാ? എന്താ പേര് മാറ്റണോ? ഇവിടുത്തെ ബ്രഹ്മചാരിമാരിൽ 3. അതെ. വൈദ്യരുടെ ഡ്രൈവറാണല്ലേ? ആണെങ്കിൽ ഞാൻ ഹരിപ്രസാദിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാ. ഞാൻ പറഞ്ഞതൊക്കെ ഒളിഞ്ഞു നിന്ന് കേട്ടിവൻ അടവ് പ്രയോഗിക്കുകയാണല്ലേ. എന്താ അവിടെ? എന്തെങ്കിലും ആവട്ടെ. അല്ല, ഹരിയുടെ ഫ്രണ്ടാണെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ഇവിടെ പതുങ്ങി നിന്നത്? ഞാൻ പതുങ്ങിയതൊന്നുമല്ല. എനിക്ക് ഈ നടുവിന് ചെറിയൊരു വേദന. അപ്പൊ ഈ ചുമര് കണ്ടു കഴിഞ്ഞാൽ ചാരി നിന്നിട്ട് കാണിച്ചു കഴിഞ്ഞാൽ എക്സസൈസ് എടുത്താൽ നടുവിന് വേദന മാറും കേട്ടോ. അല്ല, എക്സസൈസ് എടുക്കാൻ എന്തിനാ കത്തി? അത് പിന്നെ എനിക്ക് എപ്പിലെപ്സി ഉണ്ടേ. എന്നിട്ടത് എന്തിയേ? എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ ഈ അപസ്മാരം. ഒരു മുൻകരുതലായിട്ട് കത്തി കരുതിയെന്നുള്ളൂ. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അകത്ത് കയറിയുള്ള കളിയൊന്നും വേണ്ട, അകത്ത് കയറാൻ വരട്ടെ. ഹരിപ്രസാദ് ഉടനെ വരും. ഹരിപ്രസാദ് വന്നിട്ട് അകത്ത് കയറിയാ മതി മോനെ. അതുവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തു. ഹലോ, ഇവിടെ എടോ, ഞാൻ ഊണ് കഴിച്ചിട്ട് എന്നിട്ട് വേണം ഹരിപ്രസാദിന് വന്ന് ഊണ് കഴിക്കാൻ. ഞങ്ങൾ സ്വയം പാചകമാ. സ്വയം പാരേ? സ്വയം പാരയല്ല, സ്വയം പാചകം. നിങ്ങൾ ടൗണിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിട്ടൊക്കെ വാ. ടൗണിലൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. അതെന്താ? അത് എനിക്കിവിടെ ആരും പരിചയമില്ല. മാത്രമല്ല, ഞാൻ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ലേ. ഇതെന്താ കയ്യില്? നാഗതന്തി വേരാ. ഊണ് കഴിച്ച് ഞാൻ കുറച്ചു നേരം എതിർത്തിന്റെ പുറകെ പിടിച്ച് നടക്കുന്ന എന്റെ ഒരു ശീലമാ. മാനസിക ധൈര്യത്തിന് പറ്റിയ മരുന്നാ. വൈദ്യശാലയിലെ പണിയായതുകൊണ്ട് മരുന്നിനെ കുറിച്ചൊക്കെ നല്ല പിടിയാണല്ലേ? നല്ല പിടിയാ. ഒരു പിടി എപ്പോഴും കയ്യിലിരിക്കണത് നല്ലതാണല്ലോ. അത് നേരാ. ഞാനല്ല അടിച്ചത്, നാഗതന്തി വേരാ. ഇവിടെ പതി. സോറി കേട്ടോ ഇന്റിമേറ്റ് ഫ്രണ്ടേ, ഇത് സിറ്റിയാണേ. അച്ഛേ, ഐഡന്റിറ്റി കാർഡില്ലാതെ സ്വന്തം അച്ഛനമ്മനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത കാലമാണ്. അങ്ങോട്ട് നീങ്ങിക്കടാ. വേഗം വാ. നീ വിളിക്ക്. ആളതല്ലെങ്കിൽ ഈ നാഗതന്തി ഒന്നുകൂടി പ്രയോഗിക്കാം. പ്രയോഗിക്കേ? വിളിക്ക്. ഹരി, ഹരി, ഞാനാ ജയദേവൻ. നീയായിരുന്നു. നീ ആളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഈവൻ വന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരൊത്തും പിടിയും കിട്ടിയില്ല. വരാന്തേലും വന്ന് പതുങ്ങിന്നോ, കാര്യം ചോദിച്ചപ്പോ കടാരെ നീട്ടിന്നൊക്കെ പറഞ്ഞപ്പോ. സോറി ഇന്റിമേറ്റ് ഫ്രണ്ട്, ഞാൻ ആളറിയാതെ. സാരമില്ല, സാരമില്ല. ഇത്രയും കൊണ്ട് അവസാനിച്ചു തന്നെ കാരണവന്മാരുടെ ഗുരുത്തം കൊണ്ടാ. അതെ. നീ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? ഒക്കെ ഞാൻ പറയാം. ഇത്തിരി വെള്ളം തരൂ. ഇവിടെ മാമ്പള്ളി എവിടെയെന്നാ? അത് ശരി. മാമ്പള്ളി ഇങ്ങോട്ട് ഇറങ്ങി വരിക. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. എന്താ എല്ലാവരും നോക്കി നിൽക്കണേ? ജോലി ചെയ്യാ. മാമ്പള്ളി, ഭരണി കയറി ഒളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഒളിച്ചതല്ല, ഭരണിക്ക് സുഷിരങ്ങൾ ഉണ്ടോന്ന് നോക്കുമായിരുന്നു. ബേഷ് ബേഷ്. ദന്ത്യത്തിന്റെ ചേരുവകൾ എന്തൊക്കെയാന്ന് അറിയുവോ?
നാഗതന്തി വരെ, കുമ്പിൽ വരെ, കൂവള വരെ, മുഞ്ഞ വരെ, മൂവില വരെ, ഒരില വരെ, പലകപ്പയ്യാനി വരെ, കറുത്ത ചുണ്ട വരെ, വെളുത്ത ചുണ്ട വരെ ഇത്യാദി ചേർത്ത് ഒരു ഫലം വീതം. പിന്നെ കറുത്ത ചുണ്ടയും വെളുത്ത ചുണ്ടയും മാത്രമല്ല, ഞെരിഞ്ഞിലും ത്രിബലത്തോടും കൊടുവേലക്കിഴങ്ങും ഒരു ഫലം വീതം ചേർക്കണം വിധി പ്രകാരം. ഓ പറയാഞ്ഞിട്ടല്ല, ഇങ്ങോട്ടിറങ്ങ. ആ സ്വിച്ചിട്ട ഇതൊക്കെ ഉണ്ടാക്കുന്ന യന്ത്രങ്ങൾ വരുത്താൻ ധനോല്യാഞ്ഞിട്ടല്ല, നിങ്ങളെയൊക്കെ തീറ്റിപ്പോറ്റണേ. ശ്രീ പരമാനന്ദ സിദ്ധഗുരു പറഞ്ഞു തന്ന അതീവ രഹസ്യമായ ഔഷധ കൂട്ടുകൾ പാരമ്പര്യ വിധികളും ആചാരങ്ങളും തെറ്റിക്കാതെ കൃത്രിമത്വമില്ലാതെ ഉണ്ടാക്കണമെന്ന് ഈ നീലകണ്ഠൻ വൈദ്യർക്ക് നിർബന്ധമുള്ളതുകൊണ്ടാ. മനസ്സിലാവുന്നുണ്ടോ മറ്റൊന്ന്? എല്ലാം വിശദീകരിച്ച് ഞാൻ പറഞ്ഞതാണ്. എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ ഒരു കൈപ്പിഴ. പാടില്ല. പറഞ്ഞത് കേട്ടല്ലോ. ഒരണപ്പല്ലേ. ആ നന്നായി. ഗോമൂത്രത്തിൽ അരച്ച് നായ്ത്തീറ്റ മേമ്പടി ചേർത്ത് ദിവസത്തിൽ ഒരു 6 നേരമായിട്ട് സേവിച്ചോളാം. അതുകൊണ്ട് എന്താ ഗുണം? ഗുണമൊന്നുമില്ല, വെറുതെ കളയണ്ടെന്ന് വെച്ച് പറഞ്ഞതാ. എന്താ കുട്ടി ഇങ്ങനെ പൊട്ടം കടിച്ച് മാതി പറഞ്ഞേ? സുഭദ്രാമച്ചി ഉണ്ണിമാമയെ പോലെ വീണ്ടും സംസാരിക്കുന്നു. ചോദിച്ചു ഭഗവാനെ. ഹലോ, എയർപോർട്ടല്ലേ? ആ ഉണ്ണികൃഷ്ണ, കേൾക്കുന്നില്ല? അത് തന്നെ ഞാൻ സുഭദ്രേ. മനസ്സിലാക്കണോ ആദ്യം? സുഭദ്രേ, ഈ അച്ഛനെ കണ്ണു കാണില്ലേ? ഞാൻ ഉണ്ണികൃഷ്ണ. ഒക്കെ മനസ്സിലായി. ഫോണിങ്ങോട്ട് വെക്ക. ഹലോ, ഞാൻ സംസാരിച്ചു കഴിഞ്ഞില്ല. അയ്യോ, വരൂ. ഈ അച്ഛനെ കൊണ്ട് ഞാൻ അങ്ങോട്ട് തോറ്റു. നടക്ക. എന്താ ചെയ്ത? കയ്യെന്ന് വിടൂ. ഞാൻ എയർപോർട്ടിലേക്ക് വിളിച്ചതാ. ഛെ, പൊട്ടിത്തെറിക്കാത്ത പ്ലെയിൻ വല്ലതും ഉണ്ടോന്ന് അറിയാനാ. അത് മുഴുവൻ നശിപ്പിച്ചു. ഛെ. അതൊക്കെ ഞാൻ അന്വേഷിച്ചോളാം. ഓപ്പോൾ ധൈര്യമായിട്ടിരിക്കയാ. ഓപ്പോളോ? നല്ല കഥ. വാസുമാമയ്ക്കും എന്നെ കണ്ടിട്ട് മനസ്സിലാവില്ലാച്ച കഷ്ടാണേ. മമ്പിളി, അശ്വഗന്ധാർ ഇഷ്ടം കുട്ടി മരുന്ന് മുടക്കി അല്ലേ? കുഴപ്പമൊന്നുമില്ല, വേണ്ടാന്ന് സുഭദ്രാമച്ചി എന്നെ പറഞ്ഞത്. അല്ല, അമ്മ അവിടെ പോയിരിക്കാ? സുഭദ്രാമച്ചി അടുക്കളയിലുണ്ട്. ഉണ്ണിയമ്മ എന്നോട് വന്നോളൂ. വരൂ ഉണ്ണിയമ്മ. വാസുമതി, നിനക്ക് ഇത്തിരി കൂടുന്നുണ്ട്. ഞാൻ വന്ന നേരം തൊട്ട് ശ്രദ്ധിക്കണു. ദേ നോക്കിയേ, ഈ മരുന്നങ്ങോട്ട് കുടിക്കാ. എന്തിനാ ഇത്? എനിക്ക് അസുഖമൊന്നുമില്ല. ഞാൻ എന്റെ ആദരമോളുടെ പിറന്നാള് കൂടാനായിട്ട് വന്നതാ. അവളെവിടെ? ആതിരമോള് കോളേജിൽ പോയിരിക്കാ. ദേ ഓപ്പളി മരുന്ന് കുടിക്കുക. മരുന്നോ? ആർക്ക്? ഞാൻ ഉണ്ണികൃഷ്ണനാണെന്ന് പറഞ്ഞില്ലേ? വൈകുന്നേരത്തെ വിമാനത്തിൽ വന്നതാ. എന്നാ ഉണ്ണികൃഷ്ണത് കുടിക്കാ. എന്നിട്ട് കുറച്ചങ്ങോട്ട് വിശ്രമിക്ക. നല്ല ക്ഷീണം ഉണ്ടാവും. യാത്ര കഴിഞ്ഞ് വന്നല്ലേ, ഈ മരുന്ന് കുടിക്കാ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? നീ സമാധാനമായിട്ടിരിക്കേ. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു താവളം കണ്ടുപിടിക്കാം. മാമ്പുള്ളിയാശാനായിരുന്നു. പിന്നെ ആരാണെന്നാ വിചാരിച്ചേ? എത്ര നേരായി പൂജാദ്രവ്യങ്ങളുമായി പുറത്ത് കാത്തു നിൽക്കുന്നു. കുപ്പി പറയണ്ട. ഓ എന്താ ചൂട്. ഓ അതെ അതെ. ഇന്നൊരു മഴയ്ക്കുള്ള കോളുണ്ട്. എപ്പോഴാ ഇടിയും കുടിക്ക് പെയ്യണേന്ന് അറിയില്ല. അല്ല, എവിടെ താൻ പറഞ്ഞ സഹദേവൻ? സഹദേവനല്ല, ജയദേവൻ. ആ അത് തന്നെ. എവിടെ ആള്? ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് വരിക. ആള് മിടുക്കനാണല്ലോ. അതെ. ഞാൻ മാമ്പള്ളി വാസുദേവൻ. എല്ലാരും മാമ്പള്ളിന്നാ വിളിക്കാം. അറിയാം, മർമാണി വൈദ്യരാണല്ലേ? ഔ, താൻ എന്നെ കുറിച്ച് ഇയാളോട് ധാരാളം പറഞ്ഞിരിക്കുന്നു തോന്നുന്നു. ഇരിക്ക. താൻ ഇരിക്കണ്ട, പോയി ഗ്ലാസ് എടുത്തോണ്ട് വരിക. മർമാണി ചികിത്സയൊക്കെ നിർത്തി. ദാ ഇത് വിദേശി, ഇതും ഇത് ദശമൂലം സ്വദേശി, ഇതും രക്തരക്ഷസുകളൊന്നും ശരീരത്തിൽ കയറി പിടിക്കാതിരിക്കാനുള്ള ഒരു രക്ഷാപ്രയോഗം. പോയി വാതിലടയ്ക്കതാ. പ്രേതാത്മാവായിരിക്കും. എന്താ പുറത്തിറങ്ങണ്ട. നമുക്ക് തോന്നിയതാണെങ്കിലോ? നമ്മളിപ്പോ കണ്ടതല്ലേ? അതെ, ഏതായാലും നമുക്ക് നോക്കാം. ഏയ് ഞാനില്ല. നമ്മൾ 4 പേരില്ലേ? വാ നോക്കാന്ന്. പ്രേതം തന്നെയാ. ഏയ് പ്രേതമൊന്നുമല്ല. വിശ്വാസം പാടില്ല. നമുക്ക് വെറുതെ തോന്നിയതാണേ, അല്ലാതെ പിന്നെ
നിങ്ങൾ എല്ലാവരും എന്റെ ഉത്തമ സുഹൃത്തുക്കളാണെന്ന് എനിക്കിപ്പോ ബോധ്യായി. എന്നോട് സ്നേഹമുണ്ടോന്ന് അറിയാൻ വേണ്ടി ഞാൻ തന്നെയാ എന്റെ മരണ വാർത്ത എഴുതി അറിയിച്ചത്. സത്യമാണോ പ്രേമദാസ? സംശയം ഉണ്ടെങ്കിൽ തൊട്ട് നോക്കിയേ. എന്നാലും ഇത് കുറെ കടുത്തു പോയിട്ടോ. ഇങ്ങനെ ഒരു നാടകം കളിച്ചതിന് എല്ലാവരും എന്നോട് ക്ഷമിക്കണം പ്ലീസ്. ഹലോ, ഐ എം പ്രേതദാസൻ, ഛി, പ്രേമദാസൻ. ഞാൻ ജയദേവൻ. അറിയാം, ഞാൻ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അതെ, ഞാൻ ആളല്പ തരികിടയാ, പക്ഷെ സത്യമുള്ളവനാ. അല്ല മാമ്പള്ളി, ആ നീലേണ്ടം വൈദ്യരോട് പ്രതികാരം ചോദിക്കാതെ എനിക്ക് അങ്ങനെ പെട്ടെന്ന് മരിക്കാൻ പറ്റൂ? എന്നെ അന്യായമായി പിരിച്ചുവിട്ട ആ കംസനെ കൊല്ലാൻ ജനിച്ച ശ്രീരാമനാണ് ഞാൻ. കംസനെ കൊന്നത് ശ്രീകൃഷ്ണനാടോ? ആ, അതിനെ കുറിച്ചൊക്കെ ഇപ്പോഴും ചെറിയ തർക്കങ്ങളുണ്ട്. തർക്കം അവിടെ നിൽക്കട്ടെ. തനിക്ക് ആ കംസനോട് പ്രതികാരം ചെയ്യാനുള്ള ചങ്കുറപ്പുണ്ടോ? ഉണ്ട്, പക്ഷെ നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഉണ്ടാവണം. ഞാൻ തന്റെ കൂടെ ഉണ്ട്. ആൾക്കാരും അന്തരീക്ഷവും ഒക്കെ നല്ലതുപോലെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി പരമാനന്ദ ഗുരുസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് ധൈര്യമായിട്ട് അങ്ങോട്ട് പൊക്കോ. അയ്യേ, എന്ത് ഒരു വഴിക്ക് പോകുമ്പോ ചെരുപ്പാണോടാ പട്ടി ആദ്യം എടുത്ത് തരുന്നത്? ശരി, അപ്പൊ പറഞ്ഞതല്ല ഓർമ്മയുണ്ടല്ലോ. എന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കല്ലേ. നീ ഒന്നും മിണ്ടാതിരി, എനിക്കെല്ലാം അറിയാം. നീ ഞാൻ പറഞ്ഞ പോലെ മാറി എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്നു. എല്ലാത്തിനും എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കാണാം. കണ്ട ആ വന്ന് വാങ്ങാ. അടുത്താള് വരിക. ആ വേഗം വേഗം വാങ്ങാ. വരിക വരിക. മംഗളാനുഭവന്തു. ഇവൻ സംഗതി ഡോൾബി ആക്കോ. ആരാ? നാം ശ്രീ പരമാനന്ദ ഗുരുസ്വാമിയുടെ വത്സല ശിഷ്യൻ ജയദേവാനന്ദ സ്വാമികൾ. എവിടുന്ന് വരണു? ഹിമാലയ സാനുക്കളിൽ നിന്ന് ദേശാടനത്തിനായി ഇറങ്ങിയതാണ്. ഇതുവഴി കടന്നു പോയപ്പോൾ ഇവിടം സന്ദർശിക്കാനുള്ള മുഹൂർത്തമായെന്ന് തോന്നി. പരമാനന്ദ ഗുരുസ്വാമിക്ക് ഇങ്ങനെ ഒരു ശിഷ്യനുള്ളതായിട്ട് ഞങ്ങൾ കേട്ടിട്ടില്ല. രമേഘ ടവർത്തിയിൽ വെച്ച് ഗുരുസ്വാമി സമാധിയായ വിവരം ടെലിഗ്രാം അടിച്ചറിയിച്ചത് നാമാണ്. ഇവിടെ വരണമെന്നും അങ്ങേ കാണണമെന്നും സമാധിയാകും മുമ്പ് ശ്രീ പരമാനന്ദ ഗുരുസ്വാമി നമ്മോട് പറഞ്ഞിരുന്നു. എന്താ വിശ്വാസമായില്ലേ? ശ്രീ പരമാനന്ദ ഗുരുസ്വാമിയെ സ്വാഹ. തിരുവാതിര നക്ഷത്രം ആതിര അല്ലേ? ജന്മം കൊണ്ട് മാതൃനഷ്ടവും വളർച്ച കൊണ്ട് പിതർനഷ്ടവും സംഭവിച്ചിരിക്കണമല്ലോ. നൃത്യനാട്യാദി കലകളിൽ കലാതിലകം, പിടിവാശിക്കാരി, ഏത് രഹസ്യവും നിധി പോലെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുവാൻ മിടുക്കി, പുത്രന്റെ ആത്മാവ് പൂർണ്ണമായിട്ടും വിട്ടുമാറിയിട്ടില്ല അല്ലേ സ്വാമി? വടക്ക് ഭാഗത്തെ കുളം നികത്തി അവിടെ വിഘ്നേശ്വരമൂർത്തി പ്രതിഷ്ഠ നടത്തുവാൻ ഗുരുസ്വാമി പറഞ്ഞിരുന്നല്ലോ. എന്താ പ്രതിഷ്ഠ നടത്തിയോ? നടത്തി. പടിഞ്ഞാറ്റു തള്ളിൽ ഒറ്റമുഖപ്പിന് നേരെ നിന്നിരുന്ന കാഞ്ഞിരം വെട്ടിമാറ്റി അതിനടുത്തുള്ള അരയാലിന് ചുറ്റും നാഗത്തറ കെട്ടി നിത്യവും വിളക്ക് വെക്കണമെന്നും ഗുരുസ്വാമി ഏൽപ്പിച്ചിരുന്നു. ചെയ്തോ? അതിന്റെ ഐശ്വര്യമുണ്ട്. പക്ഷെ അനിഷ്ടങ്ങൾ പലതും സംഭവിക്കാനിടയുണ്ട്. സൂക്ഷിക്കണം. ഓർക്കണം, ആളെ മനസ്സിലാക്കാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി. ഡോൺ വറി. പരമാനന്ദ ഗുരുസ്വാമി തങ്ങിയിരുന്ന ആശ്രമം നമുക്കൊന്ന് കണ്ടാ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ആവാം, എഴുന്നള്ളിയാലും നടന്നാട്ടെ. ഗുരുവേ വന്നാലും വന്നാലും. അമേ ഗുരുവേ നമഃ. ഇനി പ്രേമദാസന്റെ ഊഴം. ഗുരുവേ നമഃ. അമേ കാളി. ഗുരുവേ ശപിക്കരുത്. ഓം ശ്രീ പരമാനന്ദ ഗുരുസ്വാമിയായ നമഃ. സ്വാമി സ്വാമി സ്വാമി. ഗുരുവേ നമഃ. പരമാനന്ദ ഗുരു ഗോകർണത്തു നിന്നും കൊണ്ടുവന്ന ശംഖ്, ഗണ്ഡകി നദിയിൽ നിന്നും കൊണ്ടുവന്ന സാളഗ്രാമം. എന്താ ശരിയല്ലേ? പറശ്ശിനിക്കടവ് മുത്തപ്പ, എന്തൊരു ദിവ്യജ്ഞാനം. സന്തോഷായി. ഇവിടെ വരാനും പരമാനന്ദ ഗുരുസ്വാമിയുടെ പാദസ്പർശനമേറ്റ് പവിത്രമായ ഈ ആശ്രമ സന്നിധിയിൽ പ്രവേശിക്കാനും നമിക്കാനും സാധിച്ചതിൽ നാം ധന്യനായി.
ഇതിനനുവദിച്ച അങ്ങേക്കും എന്റെ പ്രണാമം. ഇനി സാറ്റിസ്ഫാക്ഷനോടുകൂടി യാത്ര തുടരാം ഗുരുവേ. വിടല്ലേ, ഐശ്വര്യമാണ് വന്നു കിട്ടിയിരിക്കുന്നത്. സ്വാമി, അടിയനൊരു അപേക്ഷയുണ്ട്. കുറച്ചുനാൾ ഇവിടെ. താമസിച്ച് വിശ്രമിച്ചിട്ട് പോരെ ഇനി ദേശാടനം എന്നല്ലേ? അതെ, ജ്ഞാനദൃഷ്ടി അപാരം. മറിച്ചൊന്നും പറയരുത്. മറ്റൊരു ഗ്രഹത്തിൽ വസിക്കുന്നത് അനുവദനീയമല്ലാത്ത കാര്യമാണ്. എങ്കിലും നാം ഒന്ന് ആലോചിക്കാം. ഓ, വൈദ്യര് ഇച്ഛിച്ചതും സ്വാമി കൽപ്പിച്ചതും പാല്. ഓം ഗുരുവേ നമഃ. അത് ഗുരുസ്വാമി തങ്ങിയിരുന്ന പള്ളിയറയാണ്. ഓ, അങ്ങോട്ട് പ്രവേശിക്കാം. ആ, സ്വാമി സൂക്ഷിക്കണേ, രക്ഷിക്കണേ. ഉം. മമ്പള്ളി, ഓ. സദ്യ ഒരുക്കിക്കോളാൻ പറയൂ. പറശ്ശിനിക്കട മുത്തപ്പ, എന്റെ അത്താഴം നീ മുട്ടിക്കല്ലേ. പ്രേതദാസൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് എഴുന്നള്ളമായിരുന്നു. സ്വാമിയെ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞില്ലേ, പിന്നെന്താ എഴുന്നള്ളിയാല്? നമ്മൾ തമ്മിലുള്ള കണ്ടീഷൻ മറന്നോ? എവിടെ വൈദ്യരെ? തല മറന്ന് എണ്ണ തേക്കല പുല്ല്. പുല്ലിന് നല്ല വിലയുണ്ടോടാ ചൂലെ. മങ്കി കയ്യെ കിട്ടുന്ന ഗിയറിട്ടില്ലെങ്കിൽ വണ്ടി ചിലപ്പോ റിവേഴ്സ് ആയി പോടാ ഡോങ്കി. എവിടെ വൈദ്യരെ? എനിക്ക് എന്നെ പിടിച്ചിട്ട് എന്താ കാര്യം? അയ്യോ, ന്യായം നടന്നതാ. അതാണ് ന്യായം. നീ ഒന്ന് അടങ്ങ്. രണ്ടുപേരും എനിക്ക് പറയണം. അല്ലെങ്കിൽ എന്റെ എന്താ ഇവിടെ? സ്വഭാവം നീയോ? നിന്നോട് ആര് പറഞ്ഞു പടി കടന്നു വരാൻ? പടി കടന്നല്ല, മതില് ചാടിയാ വന്നത്. തർക്കുത്തരം പറയുന്നോടാ നിഷേധി. എന്റെ അമ്മോ. കടക്കണ പുറത്ത് ഇറങ്ങാൻ. സ്വാമി, അരുത്. സ്വാമി, ഇവനെ അവിടത്തേക്ക് അറിയില്ല. നാവെടുത്ത കള്ളത്തരെ പറയൂ. വേറെന്തു അടിയെ പൊറുക്കും. പക്ഷേ കൂട്ടത്തിൽ നിന്നുകൊണ്ട് വിശ്വാസം വന്നിട്ട് കാണിച്ച സ്വാമി പറയട്ടെ, ഈ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാം. സ്വാമി, വേണ്ട. സ്വാമിയെ സ്വാധീനിക്കാമെന്ന് കരുതണ്ട. എന്റെ മുഖം കണ്ടാൽ അവിടത്തേക്ക് അറിയാം. അമ്പള്ളി, വേറെടുത്ത് പറിച്ച് എറിയടോ ഈ കാർക്കോടകനെ. ഇങ്ങോട്ട് വാടാ. വരട്ടെ. സ്വാമി, ഒന്നിങ്ങോട്ട് വരൂ. അയാളെ ഇപ്പൊ പറഞ്ഞു വിടണ്ട. സ്വാമി, അവൻ പെരുങ്കള്ളനാ. അറിയാം. പച്ചമരുന്നുകൾ വാങ്ങാൻ ഏൽപ്പിച്ച വകയിൽ കൃത്രിമം കാണിച്ചു അല്ലേ? അത് അയാളുടെ ജന്മനക്ഷത്രത്തിന്റെ ദോഷമാണ്. പൂയില്യ നക്ഷത്രത്തിലാണ് ജനനം. പോയില്ലയോ? അതെ, പൂയം കഴിയുകയും ചെയ്തു. ആയിലിട്ട് തുടങ്ങിയിട്ടില്ല. ഇതിനിടയ്ക്കുള്ള ഒരു അപൂർവ നക്ഷത്രമാണ് പൂയില്യം. അസുര ജന്മമാ. നോക്കുക, അയാൾ ഈ തറവാട്ട് മണ്ണിലുള്ളത് അങ്ങേക്ക് വളരെ നല്ലതാണ്. അങ്ങേക്ക് വരേണ്ട ആപത്തുകൾ മുഴുവൻ മാറി അവനിലേക്ക് വീണുകൊള്ളും. എന്നാലും സ്വാമി, ഇവനെ വിശ്വസിച്ച് എങ്ങനെ തറവാട്ടിൽ കയറ്റാൻ പറ്റും? എല്ലാം നോം നോക്കിക്കൊള്ളാം. കുറച്ചുനാൾ നമ്മുടെ ആശ്രമത്തിൽ നിൽക്കട്ടെ. അവിടുത്തെ ഇഷ്ടം. ഇവിടെ വരൂ വത്സ. കർമ്മം കൊണ്ട് നന്മ ചെയ്ത് പൂർവകാല ദോഷം തീർക്കാൻ തൽക്കാലം നമ്മുടെ പരികർമ്മയായി ഇവിടെ കൂടിക്കൊള്ളൂ. എന്നോളൂ. സ്വാമി, ഇപ്പൊ എങ്ങനെയുണ്ട്? ഹായ്, കൊള്ളാം. മനോഹരമായിരിക്കുന്നു. ഒരു കോലിൽ കുത്തി പാടത്ത് വെച്ചാ കാക്കയെ പേടിപ്പിക്കാം. അത്രയ്ക്ക് ജോറാണോ? വൃത്തിയട്ടവനെ, മനുഷ്യൻ ഒരുപാട് ഭ്രാന്ത് പിടിപ്പിച്ചാണ്ടല്ലോ. ബാക്കിയുള്ളവന് നെഞ്ചോടെ പടപടാന്ന് ഇടിക്കുക. പിന്നെ എല്ലാവരുടെയും നെഞ്ച് ഗുടഗുടാന്നാണ് ഇടിക്കുന്നത്. എടാ തെണ്ടിയിലാണോ സ്വാമിയുടെ വേഷം? എന്താ ശരിയായില്ലേ? ഒരു വൈപ്പ് മീശ ഇവിടെ വെച്ചാലോ? പിന്നെ എന്താ വേണ്ടെന്ന് പറ. സ്വാമിയുടെ ഡ്രസ് ഇതിലും നന്നാക്കണമെങ്കിൽ കുറച്ചുകൂടെ മാലയും കളർഫുൾ ഡ്രസ്സും വാങ്ങിക്കേണ്ടി വരും. എടാ പോത്തെ, വേഷം കിട്ട് ഓവറായി ചിലപ്പോ വൈദ്യർക്ക് വല്ല സംശയം തോന്നും. കള്ളത്തുറങ്ങാനും പൊളിഞ്ഞുണ്ടല്ലോ, വൈദ്യര് നമ്മൾ അരച്ച് കലക്കി വാർപ്പിലിട്ട് വല്ല കഷായാക്കും. അതെന്ത് കഷായം? കരിങ്കുരങ്ങി കഷായൻ. വൈദ്യരാണെന്ന് തോന്നുന്നു. പോട. ആതിര കുഞ്ഞായിരുന്നോ? എന്തേ? സ്വാമി ഒന്ന് കാണാൻ വന്നതാ. സ്വാമി ആസനത്തിലാ. എന്താ? യോഗാസനത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞോളൂ. അത് ഞാൻ സ്വാമിയോട് പറഞ്ഞോളാം. അതാണ് നല്ലത്. എന്നാലും ദാസാ. സ്വാമി, അങ്ങ് ആസനത്തിൽ നിന്നും എപ്പോ ഉണർന്നു? വെളിയിലാരോ കാത്തു നിൽക്കുന്നു മനസ്സിൽ തോന്നി. സ്വാമിയുടെ കള്ളദൃഷ്ടി, ജ്ഞാനദൃഷ്ടി. മനസ്സിലെ ആഗ്രഹത്തിന് മാർഗതടസ്സമായി ആരോ വരുന്നു അല്ലേ? അതെ, എന്റെ മുറച്ചെറുക്കനാ. പക്ഷേ അറിയാം, ബാലഗോപാലിനെ ആദരിക്ക് ഇഷ്ടമല്ല. മനസ്സിൽ വേറൊരാളെ കുടിയിരുത്തിയിരിക്കുന്നു. പേടിക്കണ്ട, മാർഗതടസ്സം നാം നീക്കിത്തരാം. വിവാഹത്തിന് സമ്മതമല്ലെന്ന് മുത്തച്ഛന്റെ നാവുകൊണ്ട് തന്നെ നാം പറയിപ്പിക്കാം. അതെ, ആ ബാലഗോപാലിനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് പതപ്പിച്ച് പുതപ്പിച്ച് ഇവിടുന്ന് പാഴ്സൽ ചെയ്തോളാം. എന്താ പോരെ? അത് നടക്കോ സ്വാമി? നടത്തിത്തരാം.
തൽക്കാലം മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ മനസ്സ് വിഷമിപ്പിക്കണ്ട. വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞോളൂ, ബാക്കി കാര്യം നാം ഏറ്റു. എന്നാ ഞാൻ പോയിക്കോട്ടെ. കുട്ടി സമാധിയായിട്ട് പൊക്കോളൂ. സമാധാനായിട്ട് പൊക്കോളൂ. അനന്താ, സ്വാമി വിളിച്ചോ? പത്മനാഭനെ വിളിച്ചതാ. അനന്ത പത്മനാഭ. अरे दीदी माँ क्या फुल का तमाम शुक्रिया इंशाल्लाह. ആരാ? എന്താ പറഞ്ഞേ? മനസ്സിൽക്കോ എന്നെ മുത്തച്ഛനെവിടെ? മുത്തച്ഛനോ? ആ, നിന്നെ കൊണ്ടുവരാനായിട്ട് കാലത്ത് കാറുമായിട്ട് പോയതാ. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. അയ്യോ, ബാലേട്ടനെ കണ്ടിട്ട് വൈദ്യരമാമ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. അത് നേരാ. എയർപോർട്ടിൽ വന്നിറങ്ങിയ ഉടനെ ഞാനൊരു ടാക്സി വിളിച്ചിങ്ങ് പോന്നു. നിങ്ങളെല്ലാം കാണാനുള്ള അതെ. ഓ മൈ ഗോഡ്, മൈ ഡിയർ മർമാണി മാമ. മർമാണി മാമന് ഒരു വ്യത്യാസമില്ല. അതെ, പാനുവതിയും കൂടെ കൂട്ടി വരായിരുന്നില്ലേ നിനക്ക്? അച്ഛൻ ഒറ്റയ്ക്കാക്കിട്ട് അമ്മ പോരോ? അച്ഛനാണെങ്കിൽ നിന്ന് തിരിയാൻ പറ്റണ്ടേ? എന്തു പറ്റി? നടുവിന് വല്ല ഉളുക്കും വീണുവോ? ഉളുക്കല്ല, തിരക്കൊണ്ട. ഓ, തിരക്കുണ്ട്. ആതിരെവിടെ? അവൾ അകത്തുണ്ട്. എന്നിട്ട് എന്നെ എതിരേൽക്കാൻ വന്നില്ലല്ലോ. ബസ്മതി, ആതിരെ ഒന്ന് വിളിക്കൂ. താലോ നിലവിളക്കോ വല്ലതും എടുക്കണോ? അതിനൊക്കെ ഉള്ള സമയം വരുന്നില്ലേ ഉള്ളൂ. തൽക്കാലം ആതിര മാത്രം മതി. ആ, വിളിക്കൂ. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടൂന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളിയേ കിട്ടുള്ളൂ. താങ്ക് യു. അതൊക്കെ ആയിക്കോട്ടെ. ഇവനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ സാമി ഇത്തിരി കഷായം കുടിക്കേണ്ടി വരും. ഓ, ആ, വന്ന കാലം നിക്കാണ്ട് കുട്ടി ഇങ്ങടെ അകത്തേക്ക് വരൂ. ആതിര വരട്ടെ. ആ പെട്ടിയും പ്രമാണൊക്കെ എടുത്ത് തെക്കിനിയിലേക്ക് വെക്കാ. ഓക്കേ. ലഗേജ് എല്ലാം എടുത്ത് യാണി മാമനെ അല്ല മർമാണി മാമനെ ഏൽപ്പിച്ചേക്കൂ. ഏതാ ഈ വെള്ളപൂശിയ കുഴിമാടം? കുഴിമാടമല്ല കൃഷ്ണൻകുട്ടി. എന്താ കുറുന്തോട്ടിയോ? കുറുന്തോട്ടിയല്ല, കൃഷ്ണൻകുട്ടി. ഗൾഫിൽ എല്ലാവരും എന്നെ ചകൻ ഛാ എന്ന് വിളിക്കും. ബാലഗോപാലൻ സാറിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് കം ബോഡി ഗാർഡ്. ഓ, ഗൾഫിൽ നിന്ന് രസായനം മാറ്റാൻ കൊണ്ടുവരാന്ന് പറഞ്ഞത് ഇതിനെ ആവും അല്ലേ? അയ്യേ, നീ എന്താ ഇങ്ങനെ വായ പൊളിച്ചു നിക്കണേ? ഇതാരിത്? ശ്രീദേവിയോ, മാധുരി ദീക്ഷിത്തോ, സുസ്മിത സെന്നോ, അല്ല നഗ്മയോ? നഗ്നയോ? പാട്ട് കുപ്പായ അണിഞ്ഞ അവള് നിക്കണേ. ഇതെന്റെ ആതിര തന്നെയാണോ? എന്താ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? ഇവനേതാ? പ്രേമദാസൻ, ഇവിടത്തെ പർച്ചേസിംഗ് മാനേജർ ആയിരുന്നു. ഇപ്പൊ പരികർമ്മിയാണ് ജയദേവാനന്ദ സ്വാമികളുടെ. സ്വാമികളോ? എവിടെ? നാം ഇവിടെയുണ്ട് മോനെ. ഇത് സാമിയോ? അതെ, ശ്രീ പരമാനന്ദ സിദ്ധന്റെ ശിഷ്യൻ. ദമേഹടവർത്തിൽ നിന്നും മുത്തച്ഛനെ കാണാൻ വേണ്ടി വന്നതാ. സ്വാമിമാരെ കുറെ ഞാനും കണ്ടിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ താടി മുടിയും വളർത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മൊട്ടത്തലും ക്ലീൻഷവായിരിക്കും. ഇതൊരുമാതിരി മീശ മാത്രം വെച്ച് സിനിമാ ഹീറോയെ പോലെ ഒരു സ്വാമിയെ ഞാൻ ആദ്യമായിട്ട് കാണാ. ദോഷം കിട്ടണൊന്നും പറയണ്ട, മനസ്സിലൊന്നും ഓർത്താ മതി. മാനത്ത് കാണുന്ന ആളാ. ക്ഷമിക്കണ സ്വാമിയേ. വസു, ഞാൻ എത്തി. പുന്നാരും ഒന്നും വേണ്ട. ആരാ അകത്തേക്ക് വരാൻ പറഞ്ഞേ? പകർച്ച വാങ്ങാൻ. അടുക്കളപ്പുറത്ത് നിന്നാ മതി ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇത്രയും ക്രൂരത കാണിക്കരുത്. നിനക്ക് വേണ്ടിയാ ഞാൻ ഈ വേഷം കെട്ടിയത്, നിന്നെ ഒന്ന് കാണാൻ. വേണ്ട, എനിക്ക് വേണ്ടി ആരും ഒരു വേഷവും കെട്ടണ്ട. എന്താ അവിടെ? തന്നോട് ആരാ പറഞ്ഞ ഇതിനകത്ത് കയറാൻ? ഞാൻ പകർച്ച. അതിനോട് ആർക്കാ അസുഖം? അയ്യോ, പകർച്ച വ്യാധിയല്ല, ഊണ്, സ്വാമിക്കുള്ള ഭോജനം. ഭോജനം വിശ്രമൊക്കെ ആശ്രമത്തിൽ മതി, ഇതിനകത്ത് വേണ്ട. എന്നാ പിന്നെ കാണാം. മോനില ഉദാസ, ഇവിടെ വാടാ. പ്രേമദാസ, ചേട്ടൻ ഒരു കാര്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയോ? എന്താ കാര്യം? സത്യം പറ, ആ സ്വാമി യഥാർത്ഥത്തിൽ ആരാ? സത്യം പറഞ്ഞു തന്നാൽ എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. എങ്കിൽ ഞാൻ മുത്തച്ഛനോട് പറഞ്ഞു നിനക്ക് സിറ്റി ബ്രാഞ്ചിലെ മാനേജർ പണി വാങ്ങിച്ചു തരാം. ഉറപ്പാണോ? ഉറപ്പ്. പക്ഷേ ഞാനാണ് ഈ വിവരം പറഞ്ഞു തന്നതെന്ന് ആരും അറിയാൻ പാടില്ല. ഇല്ല, അയാൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ല. ഞാൻ പറഞ്ഞില്ലേ, അയാൾ മഹാജ്ഞാനിയാണ്. ഈ തറവാട്ടിലെ ഏറ്റവും ഇസഡ് കാര്യങ്ങൾ തത്ത പറയും പോലല്ലേ പറഞ്ഞത്. വിശ്വാസമായില്ലെങ്കിൽ വൈദ്യരോടും സുഭദ്രാമച്ചിയോടും പോയി ചോദിച്ചു നോക്ക്. നിന്റെ വേഷം കെട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. മുത്തച്ഛനെയും മുത്തശ്ശിയും കുപ്പിലാക്കാൻ വേണ്ടി നീയൊക്കെ കൂടി അവന് പറഞ്ഞു കൊടുത്ത കഥകളല്ലേ? ഹരിഹോം ശിവഹോം. വേണ്ട, ഉരുളണ്ട പറലണ്ട. കൽക്കത്തയിലും ബോംബെയിലും ഒക്കെ നിരവധി കള്ളസ്വാമിമാരെ കണ്ടിട്ടുള്ളവന് ഞാൻ. 48 മണിക്കൂറിനകം നിന്നെയും നിന്റെ കള്ളസ്വാമിയുടെ കള്ളക്കഥകളെ കെട്ടുപൊട്ടിച്ചവിടുന്ന് കെട്ടിച്ചില്ലെങ്കിൽ എന്റെ പേര് ബാലഗോലാവൻ എന്നല്ല. അപ്പൊ എന്റെ പ്രൊമോഷന്റെ കാര്യം ഓപ്പറേഷൻ നടത്താൻ പോണേ. ഐ വിൽ ഡിസംബർ ദാറ്റ്. ആള് വിധിയാണെങ്കിലും ചൂടനായില്ലേ? ചോറ്. ഇത് രണ്ടിന്റെ അവസാനത്തെ അത്താഴമാണെന്ന്. അതാണോ ഉദ്ദേശിച്ചത്?
ആരാ? നേരം വെളുത്തപ്പോ ചക്ക വെട്ടിയിട്ടതുപോലെ മഞ്ഞത്ത് കിടക്കണതാ കണ്ടത്. ഉണ്ണീഷന്റെ ആത്മാവിനെ കണ്ടുത്രേ. കണ്ടാ പേടിച്ചു പോകും. ഒന്നേ നോക്കിയുള്ളൂ. ആരാ എന്ന് ചോദിച്ചതും അപ്രത്യക്ഷമായി. ഇയാൾക്ക് വെറുതെ തോന്നിയതാവും. മദ്യം ശരിക്കും സേവിച്ചിരുന്നല്ലോ. മദ്യോ? ഞാനോ? ശിവ ശിവ. വേണ്ട, അസത്യം ഒന്നും പറയണ്ട. മുറ്റത്തുനിന്ന് എടുത്തോണ്ട് വന്നപ്പോ നല്ല ഗന്ധം ഉണ്ടായിരുന്നു. ചെലപ്പോ എനിക്ക് തോന്നിയതാവും പ്രേതാണെന്ന്. വെറും തോന്നലല്ല, മാമ്പിള്ളി കണ്ടത് സത്യ. സ്വാമി, ഹോമത്തിന്റെ ബലം കണ്ടു തുടങ്ങിയിരിക്കണോ അല്ലേ പരികർമ്മി? സ്വാമീ, ഹോമം തുടങ്ങിയപ്പോൾ തന്നെ ആത്മാവ് മതിലിന്റെ മുകളിൽ വരെ എത്തിക്കഴിഞ്ഞു. ഇനി ബാക്കി 13 ഹോമം കൂടി കഴിയുമ്പോ ആത്മാവ് ഈ ഡിസ്ട്രിക്ട് തന്നെ വിട്ടുപൊക്കോളും. 13? മൊത്തം 14 ഹോമം എന്നല്ലേ സ്വാമി പറഞ്ഞത്? അതെ. അതിനു മുമ്പ് നാം അന്വേഷിച്ചത് കണ്ടെത്തിയാലോ പരികർമ്മി? എന്താ സ്വാമി അന്വേഷിക്കുന്നത്? അത് മോക്ഷം തേടിയുള്ള യാത്രയാണല്ലോ. അതെ അതെ. അരുത്, എന്റെ ഉണ്ണീഷന്റെ ആത്മാവ് അലഞ്ഞു നടക്കാനിടയാവരുത്. ഹോമം പൂർത്തിയാക്കി ശാന്തി നൽകാതെ സ്വാമി ഇവിടെ വിട്ടു പോകരുത്. അതെ, കുറച്ചു ദിവസം കൂടി ഇവിടെ നിന്നാലേ എന്റെ കാര്യം അല്ല മോന്റെ കാര്യം. എന്താ? ഞാൻ ആതിരയും കൂട്ടി സിറ്റി വരെ ഒന്ന് പോവാ. നീ മുത്തശ്ശിയോട് പറഞ്ഞോ? കീഴ്ക്കോടതി നിന്നുള്ള അനുവാദം നേരത്തെ വാങ്ങിച്ചു. വണ്ടി എവിടാ? പെട്രോൾ അടിച്ചോ? ഫുൾ ടാങ്കാ. നീ ഏതാ വണ്ടിയോ? രണ്ടും. കീഴ്ക്കോടതിയിലും മേൽക്കോടതിയിലും അനുവദിച്ചല്ലേ, പോയി വരട്ടെ. ആതിരെ വരൂ, ടൈം ഈസ് വെരി വേസ്റ്റ്. എന്താണ് ഈ യാത്രോദ്ദേശം? വലിയ ജ്ഞാനദൃഷ്ടിയുള്ള ആളല്ലേ, കണ്ടുപിടിക്കൂ. ബാല, ക്ഷമിക്കണം, വിവരമില്ലായ്മ ഉണ്ടാ. മനസ്സിലായി. എന്തായാലും നാം ഇവിടെ ഉള്ളിടത്തോളം കാലം അങ്ങയുടെ പേരമകൻ അറിഞ്ഞുകൊണ്ട് ആപത്തിൽ ചാടാൻ അനുവദിച്ചുകൂടല്ലോ. മാർഗമത്തെ നാം ഒരു അപകടം കാണുന്നു. വിശ്വസിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ല, എനിക്ക് ആരും വിശ്വാസമില്ല. പ്രത്യേകിച്ച് ഇതുപോലുള്ള ആസാമിമാരെ ഒട്ടും വിശ്വാസമില്ല. ആരോടാണ് സംസാരിക്കുന്നതെന്ന് നിനക്ക് നിശ്ചയമുണ്ടോ? വിശ്വാസമില്ലെങ്കിൽ ഒന്ന് പോയി നോക്കൂ കുഞ്ഞെ. ഞാൻ പോവും. ആതിരെ കേറ്. അധിക പ്രസംഗം വേണ്ട. അതീന്ദ്രിയ ജ്ഞാനം കൊണ്ടുള്ള പ്രവചനമാ. ഈ പ്രവചനം ഞാൻ പൊളിച്ചടക്കി കൈ തരും. ആതിരെ കേറാൻ. വേണ്ട ബാലേട്ടാ, എനിക്ക് പേടിയാ. നിന്റെ ബാലേട്ടനല്ലേ പറയണ ആതിരെ? ഇല്ല, ഞാൻ വരില്ല. ഓഹോ, എങ്കിൽ ഞാൻ പോവും. ഞാൻ പോവാതിരിക്കുന്ന പ്രശ്നമില്ല. കുസൂർ, എന്താ? കേറാ. ഈ പ്രവചനം ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് കുസൂർ ഒറ്റയ്ക്കത് പൊളിക്കണമെന്നാണ് എന്റെ വാശി. അങ്ങനെ നീ വാശി പിടിക്കില്ലേ? കേറാ. കുസൂർ, ഞാൻ നിന്നോടല്ലേ പറഞ്ഞു കേറാൻ? സ്വാമി, സ്വാമി, ഈ പൈതങ്ങൾ ഡോൺ വറി, എല്ലാം അവിടുത്തെ കയ്യിൽ സമർപ്പിക്കുന്നു. ഗുരുവേ നമഃ. എന്റെ ഭഗവതി, എന്താ ഇത്? ഈശ്വരാ. ബാല, എന്റെ ബാല, നിനക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. ഒരു ജീപ്പായിട്ടൊരു ചെറിയൊരു ഏറ്റുമുട്ടൽ. ആംബുലൻസ് വണ്ടിയുടെ നിലവിളി കേട്ടപ്പോ ഞാൻ വിചാരിച്ച് ഡെഡ് ബോഡി ആയിരിക്കും അല്ലേ? അങ്ങനെ എളുപ്പമൊന്നും ശവമാവുന്ന ബോഡി അല്ല ഇത്. പ്രിയ വർക്കേഴ്സ്, നിങ്ങൾ ആരും കരയരുത്. ഇങ്ങനെയുള്ള അപകടങ്ങൾ വരുന്നത് എനിക്ക് വലിയ ഇഷ്ടാ. അയ്യോ, വല്ലപ്പോഴൊരിക്കലേ വരുള്ളൂ. അത് ഞാൻ ഓണം വിഷു പോലെ ആഘോഷിക്കും. അതുകൊണ്ട് തന്നെയാ ആംബുലൻസിൽ വന്നത്. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ. പറഞ്ഞാൽ അനുസരിക്കൂലല്ലോ, അനുഭവിക്കുക. അല്ലാതെന്താ? സ്വാമി വരുന്നു. ഇത്രയും കൊണ്ട് അവസാനിച്ചതിന് സ്വാമിക്ക് നന്ദി പറയുക. സ്വാമി പ്രവചിച്ചപ്പോ അനുസരിച്ചാ പോരായിരുന്നോ? ഇനിയെങ്കിലും സിദ്ധിയുള്ളവരെ വിശ്വസിക്കാം. ഇടി കൊണ്ടത് ഡൈവ് ചെയ്ത് ഞാനൊരു പോസ്റ്റിംഗ് കയറി തൂങ്ങി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നീ വാ. അയ്യോ, ധിക്കാരം കാട്ടാണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ കൂവേണ്ട കാര്യം ഉണ്ടായിരുന്നോ? വേണ്ട, പിടിക്കണ്ട, ഞാൻ തനിയെ വന്നോളാം. പരിത്രാണായ സാധൂനാം വിനാശായ ചതുർഭുജാം എന്നാണല്ലോ. ചതുഷ്കൃതാമെന്നല്ലേ സ്വാമി? അങ്ങനെയും പറയാം. അതെ, സംസ്കൃതമല്ലേ. സംഭവാമി യുഗേ യുഗേ. വരാനുള്ളതൊന്നും വഴി തങ്ങില്ല. കൂടെ വരും. ഇതങ്ങനെ വന്നല്ല കേട്ടോ, അറിഞ്ഞോണ്ട് ആരോ ഒരിക്കൽ കെണിയാ. ആ ജീപ്പിന്റെ നമ്പർ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരോ? ആ, അമ്മച്ചിയാണ് നേരെ. പക്ഷെ ആശുപത്രിയിൽ ചെന്ന് ഓർമ്മ വേണപ്പ ഞാൻ മറന്നുപോയി. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകളെ ഞാൻ കണ്ടുപിടിക്കും. കൊത്ത് കൊത്ത്, കൊളുത്തിന്റെ കഴുത്തീ കേറി കൊത്ത്. കൊത്തിയോ? ആവോ ആവോ ആവോ. അയ്യോ, ഏതോ ഒരു മീന്റെ ജട്ടി ഉരി പോന്ന തോന്നണേ.
ജെട്ടിക്കൊക്കെ ഭയങ്കര വിലയാ. നോൺസെൻസ് നൈക്കഡ് ഫിഷേഴ്സ്. ജെട്ടി ഇട്ട് നടക്കൂ. ഛേ, എന്നാ ഇട്ടാ. ഇര കിട്ടിയോ? കിട്ടി, നല്ലൊരു ഇര കിട്ടി. പക്ഷെ കൊളുത്തെ കുത്തി കുളത്തിലിടാൻ പറ്റിയല്ല. പിന്നെ കോലയെ കുത്തി തന്നെ തൊള്ളയിലിടാനോ നേരെ കൊണ്ടുവരാൻ പറഞ്ഞ? ഞാൻ പറയണോന്ന് കേക്ക് കുസൂർ. ഇന്ന് രാത്രി നമുക്ക് ആ ഇരയെ പിടിക്കാം. രാത്രി ഇര പിടിക്കാൻ ഞാനെന്താ പാമ്പാ? അതെ, ഇന്ന് രാത്രി പാമ്പുകളെ പോലെ എഴഞ്ഞഴഞ്ഞഴഞ്ഞ് ചെന്ന് നമ്മൾ ആ ഇരയെ പിടിക്കും. ഏതരയുടെ കാര്യം നീ പറയണേ? ഈ തറവാട്ടിലെ സുന്ദരിമാരുടെ കിടപ്പറ തുറക്കുന്ന ഒരു തുരപ്പനെ. ഏത് തുരപ്പൻ? പ്രേമദാസ്. പ്രേമദാസോ? അതെ, ഇന്ന് രാത്രി ആതിരയെ കാണാൻ അവനെത്തും. ആതിരയെ കാണാനോ? എന്താ നീ പറയണേ? സത്യം. ഇന്ന് രാത്രി രഹസ്യമായി കാണാമെന്ന് ആതിര പ്രേംദാസിനോട് പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കണ്ടു, കണ്ണുകൊണ്ട് കേട്ടു. നീ പറയുന്നത് സത്യമാണെങ്കിൽ ഇന്ന് രാത്രി ആ യുദാസിന്റെ അന്ത്യം, അല്ലെങ്കിൽ നിന്റെ ഡെത്ത് ഓഫ് ദി പതുക്കെ പതുക്കെ. ഈ തറവാട്ടിൽ എന്തൊക്കെയോ ഗുലുമാലുണ്ടെന്നുള്ളത് ഉറപ്പാ. അകത്തളവും പുറത്തളവും നിലവറയും കലവറയൊക്കെ ആയിട്ട് നീണ്ടു നിവർന്ന് കിടക്കയില്ലേ. 10-12 പ്രേതങ്ങൾക്ക് ആരും കാണാതെ എത്ര കൊല്ലം വേണേലും ജീവിക്കാം. പക്ഷെ ഈ അലന്ന പ്രേതങ്ങൾ എന്നെ എന്തിനാ തല്ലിയത്? എത്ര ഹോമം നടത്തിയാലും എന്നെ തല്ലിയ പ്രേതത്തിന് ശാന്തി എന്നല്ല ഒരു തുള്ളി വെള്ളം പോലും കിട്ടത്തില്ല. അലഞ്ഞി തിരിഞ്ഞ് തെണ്ടി കുത്തുവാള എടുത്ത് തേരാ പാരാ നടക്കും. ഇങ്ങനെ കടിപ്പിച്ച് പ്രാവില്ലടാ. നിന്നെ തല്ലിയത് പ്രേതല്ലെങ്കിലോ? അല്ലാതെ പിന്നെ ആര് തല്ലാൻ? പ്രേമദാസിനെ തല്ലിയത് കുസൂറാണ്. പക്ഷെ എന്നെ പ്രേമദാസിനെ തല്ലിയത് ഞാനല്ലടാ. അല്ലേ പിന്നെ? ഇവനെ പോലൊരു പേടിത്തൊണ്ടൻ. അയ്യോ, ഞാൻ പ്രേതം എന്നെ കൊന്നേ. ഇവനാടാ കോലം കൊണ്ടോടാൻ നിന്റെ അച്ഛൻ ചവിട്ടോട്ടില്ലേ? ഓം പ്രാതരഗ്നീം പ്രാതരീന്ദ്രാം ഹമാമാവേ പ്രാതർമിത്രവരുണ പ്രാതരീശ്വര സ്വാഹ. ഓവറക്കരുടെ പട്ടി. ഇനി ഈ ഭാഗത്തുള്ളവരെല്ലാം കൈനീട്ടിക്കൊള്ളൂ. പഞ്ചസാരയുടെ അസുഖമുള്ളതാ എനിക്ക് മൂത്രത്തില്. അത് ഇതോടെ നിന്നോളൂ. എന്ത് മൂത്രോ? അല്ല, നിന്റെ സൂത്രം. കൈ നീട്ടണം. വലത് കൈ നീട്ടു. എനിക്ക് ഇടത് കഴിക്കാൻ സ്വാധീനം. സ്വാധീനം ഇടതിനാണെന്നറിയാം, പക്ഷെ വലത് കൈ നീട്ടിയാ മതി. എന്താ രണ്ടാളും അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വന്നോളൂ. ഞങ്ങളോ? ഞങ്ങൾ ഈ തറവാട്ടിലെ മറുവാക്ക് വേണ്ട, പറയണതങ്ങ് അനുസരിച്ചാ മതി. കൈകൾ നീട്ടു. അപ്പൊ ഇവനെന്താ കൊടുക്കാത്തെ? അയ്യോ, ഞാൻ പരികർമ്മിയാണ്, കർമ്മകർമ്മി. ആരെയും ഒഴിവാക്കുന്നില്ല. പരികർമ്മിയും കൈ നീട്ടു. മാമ്പിള്ളി, കൈ നീട്ടിക്കൊള്ളൂ. ഞാൻ മാമ്പള്ളിയാണ്. മനസ്സിലായി, നീട്ടു. ഓം ഇനി എല്ലാവരും അങ്ങടെ മധുരം അങ്ങോട്ട് വായിലേക്കിട്ടുള്ളൂ. നാം പറഞ്ഞിട്ടേ വിഴുങ്ങാവൂ. ഇതിൽ നിന്നും ഒരു തരി പഞ്ചസാര ആമാശയത്തിലെത്തിയാൽ ആഭരണം മോഷ്ടിച്ച ദുഷ്ടബുദ്ധി ആരോ അവൻ നമ്മുടെ കാൽക്കൽ വീണ് ചോര ഛർദ്ദിച്ച് മരിക്കും. അയ്യോ, രക്ഷിക്കണം സ്വാമി. അയ്യോ സ്വാമി, സ്വാമി പറയുന്നതിന് മുമ്പ് ഞാൻ പഞ്ചസാര പിടിഞ്ഞുപോയി സ്വാമി. ആകെ ഇട്ടുപൂര ചോരയുള്ള അതെന്നെ കൊണ്ട് ഛർദ്ദിപ്പിക്കരുത് സ്വാമി. കുസൂറ് പറഞ്ഞിട്ടാ നിലവറയത് ഞാൻ ആഭരണപ്പെട്ടി മോഷ്ടിച്ചത്. എന്നെ രക്ഷിക്കണം സ്വാമി. ക്ഷമിക്കണം മുത്തച്ഛ, സ്വാമി ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ജയിച്ചതാ. ആഭരണപ്പെട്ടി ഞാൻ ആശ്രമത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. മാപ്പ് തരണം. മാപ്പ് തരേണ്ടത് ഞാനല്ല, ഈ നിൽക്കുന്ന മഹാത്മാവാണ്. പറയണ മാപ്പ്. മാപ്പ് തരണം സ്വാമി. അവിടുന്ന് വലിയവനാണ്, മഹാ അജ്ഞാനിയാണ്. എനിക്കിപ്പോ ബോധ്യായി. അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്ത അപരാധങ്ങൾ പുറത്ത് എന്നെ അനുഗ്രഹിക്കണം സ്വാമി. എഴുന്നേൽക്കൂ. ഇനിയെങ്കിലും മോഷണം നിർത്തി മോക്ഷപ്രാപ്തിക്കായി പ്രാർത്ഥിക്കും മകനെ. ശ്രീ ജയദേവാനന്ദ സ്വാമിക്ക്, ശ്രീ ജയദേവാനന്ദ സ്വാമി തിരുവടികൾക്ക്. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നന്നായി. ഇനി ഇതുകൂടി ഭംഗിയായാൽ രക്ഷപ്പെട്ടു. ഇവൻ പാട്ടൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ടല്ലോടെ. നല്ല ഡോൾബി ഡോൾബി പോലെ പഠിച്ചിട്ടുണ്ട്. ഏത് പാട്ടാ പാടാൻ പോണേ? ത്യാഗരാജ കീർത്തന? അല്ല, AR റഹ്മാൻ കീർത്തനം. മുക്കാല മുക്കാബല ഓ ലൈല. എന്റെ ശരിക്ക് കിട്ടട്ടെ. മാടിത്തരം കാട്ടിയ ഇത്തരം കിട്ടിയ പോരാ. അയ്യോ മുത്തശ്ശ, വേണ്ട. ആരോടാ നീ കളിച്ചോന്ന് അറിയോ?
അവന്റെ അറിവില്ലായ്മ കൊണ്ടല്ലേ? ഇതിന് അറിവില്ലായ്മെന്നല്ല പറയാ, അഹങ്കാരം എന്നാ. എന്റെ ഭഗവാൻ, അമലി ഓ. ഇവന്റെ പെട്ടിയും പ്രമാണങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തോളൂ. ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ആയുഷ്കാലം മുഴുവനും ഇവന്റെ പെട്ടി ചുമക്കാനാ നിന്റെ വിധി. ഇവനിട്ട് രണ്ട് കൊടുത്തു വിടേണ്ടതാ. അയ്യോ ഞാനിതൊന്നും മനസ്സിലാവാ. വിസ്തരിക്കണ്ട, പുറത്തേക്ക് ഇറങ്ങിക്കോളൂ. ആ പോക, ഇറങ്ങുക. വാസുമതി തിരുമ വിട തരൂ. അതിന് ചേട്ടന് വിട തരൂ. മുത്തച്ഛ എന്നോട് എന്തെങ്കിലും കരുണ തോന്നണെങ്കിൽ ഒരു STD വിളിക്ക. ആ നിമിഷം ഞാനിവിടെ പറഞ്ഞെത്തും. നീ ഇനി ഇങ്ങോട്ട് വരണോന്നേ ഇല്ല. ആ, അങ്ങോട്ട് ഇറങ്ങുക, പോവുക. അതിന് I am really I love you. I love you. മാമള്ളി മാമ ഇടന്നെ വാ. ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് കരുതണ്ട. മാമന്റെ കള്ളസ്വാമിയുടെ കള്ളക്കളി പൊളിക്കാൻ ഞാൻ ഇനിയും തിരിച്ചു വരും. ഫിർമിലെങ്കെ യു ആർ കെയർ ഫ്രീ. ഫോളോ മീ. നീ ആരുടെ അഡ്രസ്സാ പറഞ്ഞു കൊടുത്തത്? ആർക്കറിയാം? പിന്നെ ഇത്ര കൃത്യമായിട്ട് നീ എങ്ങനെ പറഞ്ഞേ? അപ്പോഴത്തെ അവസ്ഥയില് ബോംബെയിലെന്നല്ല ഈ 14 ലോകത്തെ ഏത് അഡ്രസ്സും ഞാൻ പറഞ്ഞു കൊടുത്തേനെ. അല്ല, നമ്മുടെ ജയദേവ സ്വാമി എവിടെ? ഞാനിവിടെ ഉണ്ട്. ഇവിടെ ഇവിടെ. ആഹാ. എന്റെ അമ്മേ, എങ്ങനെയാ നിങ്ങളോട് നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല. നന്ദി പ്രകടനമൊക്കെ പിന്നെ ആവാം. ആദ്യം നീ താഴോട്ടിറങ്ങ്. അല്ല, ഈ ഡോൾബിക്കകത്ത് നീ എങ്ങനെ കേറി? കേറിയതല്ല, കേറി പോയതാണ്. ആർക്കായി ചെമ്പരത്തിപ്പൂ? ചെമ്പരത്തിപ്പൂ ഭ്രാന്തിന്റെ ചികിത്സയ്ക്ക് നല്ലതാണെന്ന പുതിയ കണ്ടുപിടുത്തം. ഇവിടെ ആർക്കാ ഭ്രാന്ത്? ഇപ്പൊ ആർക്കുമില്ല, നാളെ ആർക്കെങ്കിലും വന്നുകൂടുന്നില്ലല്ലോ. അതല്ലേ ഇവിടുത്തെ അവസ്ഥ. കൊണ്ട് കളഞ്ഞേക്കല്ലേ? കൊണ്ട് തലച്ചൂട്. ചെമ്പരത്യാത്മിനം ഭജഗോവിന്ദം ഹേവം. എന്തേ സ്വാമിക്ക് ഇഷ്ടായില്ലേ? ഇഷ്ടമായില്ലെന്നോ? ഭയങ്കര ഇഷ്ടമായി. ഇത് കൊണ്ടുപോയി തലയിൽ ചൂടാൻ പറഞ്ഞു. തലയിൽ ചൂടാനോ? ചെമ്പരത്തി പൂവോ? അതെ, ഓരോരുത്തരുടെ ഓരോ മോഹങ്ങളെ. പൂയം തൊട്ടൊരു മൂന്നും കെട്ട പൂയം തൊട്ടൊരു മൂന്നും കേട്ട മുതലഞ്ചേന ഹിതാരസ്ത്രേഹ. എന്തേ ഇങ്ങനെ ചൂടാനാണോ പറഞ്ഞത്? ഇഷ്ടായോ? എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. പാവം വട്ടായെന്ന് തോന്നുന്നു. ഇനി ഇതിനും ഹോമം നടത്തേണ്ടി വരുമോ? അല്ലക്ക ഇന്നലെ എപ്പോഴാ പോയി കിടന്നേ? ആർക്കെ വരണ്ട്? ഞാൻ ഉറങ്ങി എണീച്ച് നോക്കുമ്പോ തൊഴുത്തില്ല. തല പൊന്തണ്ടേ? കുറച്ചേരം വെള്ളത്തിൽ മുങ്ങാന്ന് വിചാരിച്ച് വന്നതാ. എന്റെ ഉദ്ദേശം തന്നെയാ. കൊണ്ടുവന്ന കുപ്പികള് നല്ല ഇരിക്കണ്ട. ആ, ഒരു 25 കുപ്പിയുണ്ട്. ഞാൻ അത് കൊണ്ടുവന്നാണല്ലോ ദുബായി പോയത്. എന്നാലും ഈ ഇമ്മാരി അടിയിരിക്കും ഞാൻ വിചാരിച്ചില്ല. സുഗുണ, ഇന്നലെ ഞാൻ സാട്ടു കൂട്ടാക്കിയത് ഏറ്റിട്ടുണ്ട്. നമ്മളെ വാപ്പക്കിനെ പേടിയുണ്ട്. അയാൾ ആന്നെ വിറ്റെന്നാ തോന്നണേ. വിറ്റോന്നല്ല, എവിടെ ഉത്സവത്തിന് കൊണ്ടോണാ. ഇതെന്തൊട്ട് രാഗാന്നറിയോ? ഇതാണ് സാക്ഷാൽ രാഗം. നോം നന്നായിട്ട് പാടുമെന്ന് എല്ലാരും പറയണേ. വിക്കന്മാർക്ക് പാടാന്നറിയാ പാട്ടുകളുണ്ടല്ലോ. കളിയാക്കൊന്നും വേണ്ട കേട്ടോ. വേണ്ടിച്ചാ സിനിമയിൽ പാടും. ഇപ്പൊ ഒരു സിനിമപ്പാട്ട് പാടി അങ്ങനെ കേൾപ്പിക്കട്ടെ. ഞാനിവിടെ അമറിക്കൊണ്ടിരിക്കുകയാണോ? പോത്തിന്റെ വേണ്ട വേണ്ട വേണ്ട, അവിടെ എഴുന്നള്ളത്ത് തുടങ്ങാറായി. താരൊന്ന് വേഗം ചെല്ല്. അതുവോ? ആ, അപ്പൊ അത് കഴിഞ്ഞു വന്നിട്ട് വേറൊരു പരിപാടി കേൾപ്പിക്കാട്ടോ. ഹലോ, എഴുന്നള്ളിപ്പിന് ഇയാൾ ആനയ്ക്ക് പോരാണോ പോണത്? ഉത്സവത്തിന് ആനപ്പുറത്ത് കയറാന്ന് വെച്ചാ കുഞ്ഞേഷന് വലിയ നിർബന്ധ. ഇല്ലാച്ചാ മതം പൊട്ടി ആനയെ പോലെയാ ഇങ്ങനെ ഒരു ജന്മ. എന്താണ് അന്നെ കുഞ്ഞിരാമനെ വിളിച്ചേക്ക് വിളി വെക്കൂ. ആ, രണ്ടാളും വിളി കേൾപ്പിച്ചെടുപ്പ അയാൾ. ആ ഒലക്കാക്കൂ. സാർ, ഇവര് പട്ട മേടിച്ചു തന്നിട്ടുണ്ടല്ലോ. അതോ പട്ടയോ? സാറേ, ഞമ്മക്കത് കുടിക്കാനും കൊടുക്കാനും വാങ്ങാനും പാടില്ല. ഹറാമെന്ന് പറഞ്ഞു കൊടുക്കണേ. താരവരോട് പട്ട മേടിച്ചു തരണമെന്ന് പറഞ്ഞില്ലേ? സാർ, ഞാൻ ഈ യൂണിഫോം ഇട്ടിട്ട് പട്ട വേണമെന്നൊക്കെ പറഞ്ഞ മോശമല്ലേ? വേണമെങ്കിൽ ബ്രാൻഡി വിസ്കി വാങ്ങിപ്പിക്കാന്ന് കരുതി. എടോ, പട്ടചാരായത്തിന്റെ കാര്യമല്ല പറഞ്ഞു. പിന്നെ ആനയ്ക്ക് കൊടുക്കുന്ന വനംപട്ടിയുടെ കാര്യം പറഞ്ഞു. എവിടെയെങ്കിലും പോയിട്ട് ഉടനെ പട്ട വാങ്ങിയിട്ട് വരണം. ആനയ്ക്ക് തീറ്റ കൊടുക്കാൻ ഡിപ്പാർട്ട്മെന്റ് വകുപ്പില്ല. പോരാത്തതിന് വന്യമൃഗ സംരക്ഷകരുടെ പരാതി വന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഒരു ആനയെ പീഡിപ്പിക്കുകയാണെന്ന്. പീഡിപ്പിക്കാൻ തുര്യാനൊന്നും അല്ലല്ലോ. ഷാം തോന്നിവാസം കാണിച്ച് തർക്കുത്തരം പറയുന്നു.
അതോ നമ്മളൊരു തോന്നിയാസം കാണിച്ചില്ലല്ലോ സാറേ. ആരൊക്കെ അബൂബക്കറിന്റെ പേരിട്ട് തോന്നിയ സ്ഥലമോ? ആരൊക്കെ ആരെങ്കിലും അഹിന്ദുക്കളുടെ പേരിടുവോ? സാറേ ഈ ആസ്ട്രേലിയയിലും ആഫ്രിക്കയിലൊക്കെ ഉള്ള ആനയ്ക്ക് എങ്ങനത്തെ പേരാ? മുണ്ടാണ്ടിരിക്കുന്നു സാർ, എന്ത് വേണമെങ്കിലും ചെയ്യാം. വേണമെങ്കിൽ ആന്റെ പേര് മാറ്റിക്കോളാം സാർ. മുസ്തഫേ, എടാ നമ്മൾ അറബിക്കഥയിലുള്ള ആന്റെ പേരൊക്കെ ഈ മാറ്റോ? മുണ്ടത് ബാപ്പാന്നോ ഞാൻ നോക്കൂല. ആ, മാപ്പാക്കണം, എഡ്യൂക്കേഷൻ തീരില്ലാത്തോണ്ടാ. ആയിക്ക്. ഇതിനൊരു മാപ്പുമില്ല. ആനയുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ആനയെ കൊണ്ടുവയ്ക്കോ. സാർ, ആനക്കൊക്കെ എവിടെ പോയിട്ടാ ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക? എന്നോട് ചോദിക്കുന്നേ? എനിക്ക് വേറെ പണിയുണ്ട്. കോൺസ്റ്റബിൾ, ആനയ്ക്ക് ചിലവിലുള്ള പൈസ തരാതെ ഇവരെ വിടണ്ട. ശരി. ജാതി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാതെ ആനയെ വിടണ്ട. ശരി സർ. എടോ, തിരുവനന്തപുരത്ത് വല്ല പിടിയുണ്ടെങ്കിൽ സംഗതി എളുപ്പം പോരാം. ആ വഴിക്കങ്ങ നോക്ക്. എങ്ങനെ ചേച്ചി, ആ പഴം പഴുത്തതാണോ? കണ്ടിട്ട് തോന്നുന്നു. പഴുത്താലേ ഞങ്ങൾ അതിന് പഴമെന്ന് പറയാറുള്ളൂ, ഇല്ലെങ്കിൽ ഏത്തൻ കായ എന്ന് പറയും. ഒരിക്കലും പഴുക്കാത്ത ഒരു കായുണ്ട്, തേങ്ങായി. തേങ്ങാപ്പഴം എന്ന് പറയരുത്. എത്ര പഴം വേണം? തൽക്കാലം ഒന്നു മതി. ആ വേണ്ട, ഉരിയണ്ട, ഞാൻ ഇല്ല, നീ പോ. അസുഖാണെങ്കിൽ അവിടെ എങ്ങനെ ഇരുന്നാ പോരെ? നീ എന്നെ അസുഖക്കാരനാക്കാതടി, പോടി. എന്താണോ ചേച്ചി? ഗുഡ് മോർണിംഗ് സാർ. ആരെ? സാർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആ, മാഡം. ഇവിടെ ഇവിടെ. സാർ ഞാൻ മാജിക് മത്തായി. ആ, എന്തിനാ പാതിക്ക് വെച്ച് നിർത്തിക്കളത്? മാജിക് മത്തായി സ്പീക്കിംഗ് എന്ന് മുഴുവൻ പേരും പറയാറുന്നില്ലേ? സാർ എന്നെ രക്ഷിക്കണം, എന്റെ ജീവൻ സാറിന്റെ കയ്യിലാണ്. എന്റെ കയ്യിൽ ഇപ്പൊ പഴമേ ഉള്ളൂ. തന്റെ ജീവൻ രക്ഷിക്കാൻ ഈ പഴം മതിയെങ്കിൽ ഞാൻ തരാം, പക്ഷെ പണം തരണം. ചേച്ചി ഒന്ന് പറയേ. ആ, ഇവിടെ ഇവിടെ. എന്താ സാർ വലിവാണോ? അല്ല, വലിച്ചോണ്ടിരിക്കുക. സാർ ഞാനൊരു പാവ മാജിക്കാരനാണ്. ഒരു മാജിക് ഞാനിപ്പോ കാണിക്കാം. ആ, ദേ. ദേ, ഇത് 1 രൂപയാണ്. 1 രൂപയാണ്. 5 അല്ല 10 അല്ല, മായമില്ല, മന്ത്രമില്ല. ഓം ക്രീം ഐസ്ക്രീം ക്രീം. ഓം ക്രീം. ആ ഗുരുശിഷ്യന്മാര് കാരണം എന്റെ കട പൂട്ടാറായി. ഒരു നമ്പർ കേൾക്കുന്നില്ല. സാർ എങ്ങനെയെങ്കിലും അവരോട് പറഞ്ഞ് എന്നെ അവരുടെ കൂടെ ചേർക്കണം. സാറ് പറഞ്ഞ അവര് കേൾക്കുന്ന എല്ലാരും പറയണേ. സാർ എന്നെ സഹായിക്കണം, ഞാൻ കാല് പിടിക്കണം. സുഖമില്ലാത്ത മനുഷ്യനാ. എടി, നീ വീണ്ടും എന്നെ അസുഖക്കാരനാക്കരുത്. പോയി ക്ലാസ് വഴി. ഞാൻ പറഞ്ഞ അവര് കേൾക്കുമെന്ന് ആരാ പറഞ്ഞത്? പലരും പറഞ്ഞു സാറിന് മാത്രമേ അവർക്ക് പേടിയുള്ളൂ എന്ന്. ആ, അത് ശരിയാണ്. അല്ല, ഇതാര് സർക്കാരോ? ആ പേരല്ലോടാ നീ എന്നോട് ആദ്യം പറഞ്ഞത്. സർക്കാർ എന്ന് പറയുന്ന ഒരു വലിയ മാജിക്കുകാരനാണ്. ആഹാ. ഞാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അടുത്തിരുന്ന് മാജിക് കണ്ടു എന്ന് പറയായിരുന്നു. അല്ല, ശിഷ്യനെ കണ്ടില്ലല്ലോ. അവൻ പിറങ്ങിപ്പോയി. അയ്യോ, ഇനിയിപ്പൊ പഴയതൊക്കെ എന്ത് ചെയ്യും? മാധവ, ഇവനൊരു ജോലി തേടി വന്നതാ. എനിക്കിവിടെ ആരെയും വേണ്ട. സുഗുണം പോയ സ്ഥിതിക്ക് നിനക്കൊരാള് വേണ്ടേ? ഇവനാണെങ്കിൽ അത്യാവശ്യം കൈവേലയും അറിയാം. ചാരാതട അലമാരിയില്. പഴയ സാധനങ്ങൾ തിന്നാൻ ഒരുത്തം വേണ്ടേ? അതാ പറഞ്ഞത്. പക്ഷെ അവനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ചിലരെ കണ്ട അങ്ങനെ തോന്നൂല. ഗ്ലാസ് എഴുതു, ഗ്ലാസ് എഴുതു. ഞാൻ എന്നെ അന്വേഷിച്ച് പുറേ പോയി. അവിടെ ഇല്ലാന്ന് കണ്ടപ്പോ എനിക്ക് ഉറപ്പാണ് നീ ഇവിടെ ഉണ്ടാവുന്നത്. അതല്ലേ ഞാനും ഇങ്ങോട്ട് തന്നെ പോന്നത്. ഈ സാറാണ് ആശാന്റെ ഗോഡ് ഫാദർ എന്നാ എല്ലാരും പറയണേ. ഇതേതുണ്ട് പുതിയ അവതാരം? ഞങ്ങളുടെ ട്രൂപ്പിൽ പുതുതായിട്ട് ചേർത്തിരിക്കുക. അല്ല, മുമ്പുണ്ടായി കുറഞ്ഞ് എത്തുകയോ? അല്ല, ഇക്ക പോയ കാര്യം എന്തായി? എല്ലാം ഹലാക്കായി. നമ്മളിവിടെ വർഗീയത ഉണ്ടാക്കാന്നും പറയും. നമ്മൾ അറബിക്ക് അവിടെ കംപ്ലൈന്റ് എത്തിയിട്ടുണ്ട്. ഈ ആന കാരണം നമ്മളെ വിസിം പോയി കിട്ടി. നമ്മളെ വാപ്പക്ക് റാഹത്തായി. ലേശെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ വാപ്പനെ ആ മന്ന ബുദ്ധിനെങ്കിലും വിളിച്ചേനെ. അതുകൊണ്ട് നമ്മളൊന്ന് തീരുമാനിച്ച്, ഒന്നുമില്ല, വിസ ശരിയാകുന്നത് വരെ എന്റെ ട്രൂപ്പിൽ നമ്മൾ തന്നെ മാനേജർ. സാധാരണയായി ഓഡിറ്റോറിയങ്ങളിൽ മാത്രം നടത്താറുള്ള മാജിക് ഷോ ഇതം പ്രഥമമായി ഇതാ നിങ്ങളുടെ മുമ്പിൽ ഈ തെരുവിൽ വെച്ച് ഞാൻ നടത്തുന്നു. കലി കൽക്കത്ത വാലി, ബനാറസ് വാലി, മേരാ ഗുരു ചരൺ ദാസ് അലി വാലിയ കീ. ഇതൊരു മെഴുകുതിരിയാണ്. സംശയമുള്ളവർക്ക് നോക്കാം, പരിശോധിക്കാം. വരൂ വരൂ. ആ, ഈ മെഴുകുതിരി എന്റെ അസിസ്റ്റന്റ് ശ്രീ പൂഞ്ചിവാല കത്തിക്കുന്നതാണ്. ഇത് ഒരു കുഴലാണ്. ഇത് കുഴലാണെന്ന് നോക്കൂ. നോക്കൂ, കുഴലല്ലേ? ആ, കുഴലാണ്. നോക്കൂ, കുഴലല്ലേ? ആണ്. ഇത് ആ വരൂ അസിസ്റ്റന്റ്. ആരടി കുഴലല്ലേ? അതെ, ആണ്. ആ
ഇനി തരൂ ഇനി തരൂ. ഈ കുഴൽ വെച്ച് ഞാൻ ഇതാ അടയ്ക്കാൻ ഗുരു അത് കെട്ടുപോകും. കെട്ടുപോകും. ഒന്നും അണയുകയില്ല. നോക്കിക്കോളൂ. കാലി കൽക്കട്ട വാലി ബനാറസ് വാലി ദില്ലി വാലി സബ്ജറി ബർജറി ഖബർദാർ ഖബർദാർ എവർദാർ. നമ്മൾ മാനേജറായതിന്റെ ഫായ്ദ ഉണ്ട്. പ്രിയമുള്ളവരെ, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. പറവകൾ ആകാശത്തിലാണ് കഴിയേണ്ടത്. അടുത്ത ഐറ്റം വാനിഷിംഗ് ദ ബീച്ച്. കൂടെടുക്കൂ. ജി ഗുരു. പ്രാവിന്റെ കൂടെടുക്കൂ. നോക്കിക്കോളൂ. ഇത് കാലിയാണ്. ഞാനൊരു ഐറ്റം കാണിക്കാൻ പോവുകയാണ്. ബോബി, ആ പ്രാവിനെ ഇനി കൊണ്ടുവരൂ. ഈ പ്രാവിനെ ഞാൻ ഈ കൂട്ടിനകത്താക്കാൻ പോവുകയാണ്. ബോബി റെഡി? പതുക്കെ പ്രാവിനെ കൂട്ടിനകത്തേക്ക് കയറ്റിക്കോളൂ. പതുക്കെ പതുക്കെ, അതിനെ വേദനിപ്പിക്കാതെ. അതെ, അങ്ങനെ. റെഡി? കഥദാൻ, മെഹർബാൻ, ജുബർവാലി, മഗർവാലി, ജുബാൻ. അതാണ് ബന്ധത്തിന്റെ ശക്തി. ഈ ഒരു ഐറ്റം നമുക്ക് ഗൾഫിൽ ഇറക്കിയാൽ എങ്ങനെ? മനസമാധാനത്തോടു കൂടി ഫ്രൂട്ട് കുടിക്കാൻ പറ്റിയിട്ടില്ല. ആരൊക്കെത്? നിങ്ങളെ കാണാറില്ലല്ലോ. ഞാനിവിടുന്ന് 2 ദിവസം മാറിയല്ലേ. എന്നാ മിഠായി, എന്നാ തിന്ന്. നിനക്ക് തരാം മിഠായി. രാജേന്ദ്രൻ എന്തിനാ? ലക്ഷ്മി എന്നാട്ടാ അടി. അങ്ങനെ കണ്ടാ ഈ ഇലക്ക് ഇങ്ങനെ കിടക്കണ കണ്ട ആശാൻ കണ്ടു കഴിഞ്ഞാൽ തിന്നു കളയും. നിങ്ങൾക്കതറിയോ? ഞാൻ ഇതാണ് ഇവിടുന്ന് മാറിയേക്കാത്തത്. എന്ത് കഷ്ടം നോക്ക്. എല്ലാ പണികളും ചെയ്യാൻ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിനെ നിർത്താന്ന് വെച്ചാ അതിന് സമ്മതിക്കില്ല. അപ്പൊ നീന്തവിടെ? നിങ്ങൾ സസ്പെൻഡ് ചെയ്ത ഗ്യാപ്പിലേക്ക് എന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്യും. അപ്പൊ അപ്പോയിന്റ്മെന്റ് തരുന്ന വല്ല സർക്കാർ ആശുപത്രിയാ? എന്താ എന്താ ആശാനെ? ഇതെന്തു കോലാശാനെ? ആശാൻ ആകെ ക്ഷീണിച്ച് ഉറക്കമാതിരി പരിപാടിയല്ലോ. എനിക്കറിയാം. ഞാൻ ഇവിടുന്ന് പോയ ആശാന്റെ ആഹാര രീതി ശ്രദ്ധിക്കാൻ ആരും ഉണ്ടാവില്ലെന്ന്. ഞാൻ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. വേണ്ട വേണ്ട, ഞാൻ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. പൈസ എന്റെ വേണ്ട, ഞാൻ അക്കൗണ്ടിൽ എഴുതിക്കോളാം. ഇത്ര അത്യാവശ്യം ഈ കാളാമുണ്ട് എടുത്ത് കളഞ്ഞിട്ട് പുതിയൊരു കൊല തൂക്കാൻ ഞാൻ എത്ര തവണ പറയുന്നു. ഇനി അത് ഞാൻ തന്നെ ചെയ്യണോ? എനിക്ക് ഭാരം താങ്ങാൻ കഴിവില്ല എന്ന് എനിക്കറിയില്ലേ. ഇതൊന്നും കൊണ്ട് കളഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്തോളാം. എത്ര ദിവസം എന്ന് പറഞ്ഞത് സൂക്ഷിക്കുന്നേ. മുഴുവൻ ഉറുമ്പും പാറ്റയാ. അവസാനം നാറ്റം കാരണം ആരെ വഴിക്ക് വരാണ്ടാവും. അയ്യോ പൊള്ളി തീ. ചേട്ടാ തീ എന്തോന്ന് തരാം. ഇതെന്തൊരു ഇടപാടാടോ? അയ്യോ കാടി തട്ടിയോ? സുഗുണം വരുന്നുണ്ട്. കളഞ്ഞോ? നീ ആ പഴക്കൊല്ലെടുത്ത് തൂക്കു പോ. അരക്കുറ്റി പൊട്ട്. ഒരു മുടി കൊണ്ടായിരുന്നോണ്ടാണോ കാടി കളഞ്ഞത്? മുടിഞ്ഞ വിത്ത് എടുത്ത് കളഞ്ഞിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ മേലായിരുന്നു. ഇതൊക്കെ ചേട്ടന് ആരോഗ്യമില്ലാത്തന്റെ കുഴപ്പാ. ഉള്ള കാര്യം പറയാലോ. എന്ത് ചെയ്യാൻ എന്റെ സുഗുണ? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ചേട്ടനെ പൊക്കി പിടി. എന്ത് പറ്റി? ഞങ്ങൾ രണ്ടുപേരും കൂടി എന്നെ കൊല.
എന്താ അസുഖം? എന്നെ കളിയാക്കുകയാണോ? എനിക്ക് വലുവാ. എനിക്ക് അയവ പൊടപ്പു മുന്നുമ്മ. ഇത് നമ്മുടെ സരസു അല്ലേ? സരസുവേ, ഇങ്ങോട്ട് വരിക. നമ്മുടെ കുഞ്ഞീഷ്ണൻ ഞങ്ങളുടെ നാട്ടുകാരനാ. അയ്യോ കുഞ്ഞീഷ്ണൻ എന്ത് പറ്റി? ഒന്നും പറയണ്ട എന്റെ സരസുവേ. ഉത്സവത്തിന് ആനപ്പുറത്തുനിന്ന് വീണതാ. ആനയൊന്ന് ചവിട്ടി. അത് സരസുവിന്റെ ആളാ. എന്താ പറ്റി? അതൊന്ന് വീണതാ. ഹൈ, അതും ആനപ്പുറത്തുനിന്നാ? എടീ, അയ്യോ. തന്നോടല്ലേ അടങ്ങി ഒതുങ്ങി കിടക്കാൻ പറഞ്ഞത്? ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം. എന്താ ചേട്ടൻ കുടിക്കാൻ ഫ്രൂട്ടി? ചേച്ചി വേണ്ട, ഇവിടെ ഇവിടെ ചേട്ടന് ഇപ്പൊ ആസ്മ മൂത്ത അപസ്മാരായെന്ന് തോന്നുന്നത്. ഞാൻ വേണേ വേറെ നല്ല ചികിത്സ ഏർപ്പെടുത്താം. നിന്റെ ഏർപ്പാടൊക്കെ മതിയടാ. ഇത് ഹൈദരാബാദിലെ മീൻ വിഴുങ്ങിയാലേ മാറൂ. എന്റെ അളിയൻ രാഘവൻ പോയിട്ടുണ്ട് മീൻ കൊണ്ടുവരാൻ.